ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന പോലെ ഈ ഒരു ഇമേജ് എങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കാമെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു എഫക്റ്റിന് ഡുവൽ ടോൺ എഫക്റ്റ് എന്ന് പറയും. നമുക്കിതിന് വേണ്ടി പിക്സാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഞാൻ രണ്ട് മെത്തേഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇമേജിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ ഈ എഫക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. സാധാ ഒരു ഇമേജ് നമുക്കൊരു ക്രിയേറ്റീവ് ലെവലിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Ladies and gentlemen, her. ഓക്കെ, അപ്പം നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. പിക്സാർട്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇമേജ് ഓപ്പൺ ആക്കിയതിന് ശേഷം റൈറ്റ് സൈഡിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ഓപ്ഷനിൽ ഡ്രോ തന്നെ ക്ലിക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം താഴെ കളറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്നതായ വൺ സൈഡിലെ ടോൺ സെലക്ട് ചെയ്യുക. അത് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യുക. ഞാനിവിടെ ബ്ലൂ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്ലൂ ചൂസ് ചെയ്തതിന് ശേഷം ആ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി ടോപ്പിൽ ലെയറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു MD ലെയർ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടതായ ടോണ് ചൂസ് ചെയ്യുക. ഓക്കെ, അതിന് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി താഴെ കളറിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടതായ ടോൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ അതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലെയർ ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ ചൂസ് ചെയ്തതിന് ശേഷം ടോപ്പിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ചൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്യുക. ആ ലൈൻ ഒന്ന് എൻലാർജ് ചെയ്യുക. എന്നിട്ട് താഴെ നോർമൽ എന്ന് എഴുതിയേക്കുന്ന ആ ഒരു ഓപ്ഷനിൽ ചൂസ് ചെയ്തിട്ട് അത് ഓവർലേ ചൂസ് ചെയ്യുക. എന്നിട്ട് ഒപ്പാസിറ്റി ഒന്ന് നമ്മുടെ ഇമേജിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ താഴത്തെ ലെയറും അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, നമുക്ക് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞെങ്കിൽ ജസ്റ്റ് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വെളിയിൽ വന്നിട്ട് ഓക്കെ, ഇവിടുത്തെ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡിലോട്ട് പോകാം. ഇത് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു ഡേ ലൈറ്റിലെ ഒരു പിക്കാണ്. ജസ്റ്റ് പിക്ക് ഓപ്പൺ ചെയ്യുക. എഫക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൽ താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സിമ്പിൾ, എഫക്ട്സ്, B&W, ബ്ലർ. അത് ഈ B&W ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചൂസ് ചെയ്യുക. അത് ഈ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ചൂസ് ചെയ്തതിന് ശേഷം ടോപ്പിൽ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ ഡ്രോ ചൂസ് ചെയ്യുക. അതിൽ തന്നെ ഡ്രോ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുക. ഏത് മെത്തേഡാണോ നിങ്ങളുടെ ഇമേജിന് ആപ്റ്റ് ആവുന്നത് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം മറക്കണ്ട, താഴെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പേജ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു ഗൈസ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.